മുല്ലക്കരയിൽ മുല്ലവസന്തം തീർക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി മുല്ലത്തൈ വിതരണം ചെയ്തു. മുല്ലക്കരയുടെ മുല്ലവസന്തം തീർത്ത പഴയ പ്രതാപകാലം വീണ്ടെടുക്കുന്നതിനായി മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന മുല്ലക്കരയിൽ മുല്ലവസന്തം തീർക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം എന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ വെച്ച് നടന്ന രണ്ടാം ഘട്ട പരിപാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തിനുള്ളിൽ മുല്ലക്കരയിലെ എല്ലാ വീടുകളിലും മുല്ലച്ചെടി വെച്ചുപിടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് ഇതെന്നും ഇതിലൂടെ മുല്ലയുടെ ഗന്ധം മണക്കുന്ന പഴയ പ്രതാപകാലത്തിലേക്ക് മുല്ലക്കരയെ കൊണ്ടുവരുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി 1000 മുല്ലത്തൈകളാണ് സൗജന്യമായി നൽകിയത്. കൂടാതെ മുല്ലക്കര സെന്ററിൽ മുല്ലത്തൈകൾ നടുകയും ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോണി അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പോഷക സംഘടനാ നേതാക്കളായ VV ജോബി, രവീന്ദ്രൻ കരുമത്തിൽ, സഫിയ നിഷാദ്, ജോസ് പുലുക്കോട്ടിൽ, സിജോ ജോസ്, റംലത്ത് KH, വിശ്വംഭരൻ S, PR ഫ്രാൻസിസ്, സണ്ണി കാച്ചിപ്പള്ളി തുടങ്ങിയവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. ടൂറിസം ഡെസ്റ്റിനേഷനായ പീച്ചി ഡാം, എങ്ങനെയാണ് പീച്ചി എന്ന് പേര് വന്നത്? മഹിമ മലയോര മഹോത്സവവുമായി പീച്ചിയിലേക്ക് ചെന്നപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. അവിടെ 2 പാറകളുടെ ഇടയിലൂടെ പീച്ചാങ്കുകളിലൂടെ വെള്ളം ചാടുന്നത് പോലെ വെള്ളം ചീറ്റുന്ന 2 പാറക്കെട്ടിന്റെ ഇടയിലൂടെ വെള്ളം ചീറ്റുന്നു. അങ്ങനെ പീച്ചിപ്പാറ എന്നായിരുന്നു. അവിടെ ഡാം കെട്ടിയപ്പോഴാണ് ആ പീച്ചിപ്പാറ പിന്നെ പീച്ചി ഡാമായി മാറിയത്. അതുപോലെ തന്നെ മുല്ലക്കരയെ കുറിച്ച് പഴമക്കാർ പറയുന്നത് ഈ പ്രദേശത്ത് മുഴുവൻ മുല്ലയായിരുന്നു. 100% അത് സത്യമാണ്. എൻ്റെ വീട്ടിൽ മുല്ലയുണ്ടായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടില്, ചന്ദ്രന്റെ വീട്ടില്, വലിയന്തരന്റെ വീട്ടില്, ചെറിയന്തരന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ മുല്ല അങ്ങനെ മരത്തിൽ കയറി നിൽക്കും. ഇതിപ്പോ പ്രദീപിന്റെ വീട്ടില്, ഇപ്പൊ ഇവിടെയുള്ള ഒട്ടനവധി ആളുകളുടെ വീടുകളിലൊക്കെ അന്ന് മുല്ലയുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ആ മുല്ലയൊക്കെ ഇവിടെ ഇല്ലാതായി. മുല്ലക്കര എന്ന് പറയുന്ന പ്രദേശം ഡോൺ ബോസ്കോ, മുല്ലക്ക മുള പ്രദേശമാണ് എല്ലാം. ഈ പ്രദേശത്തൊക്കെ മുല്ല നിറയ്ക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ തോട്ടപ്പടിയിൽ വെച്ച് 1000 കുടുംബങ്ങൾക്കാണ് മുല്ലത്തൈ നമ്മൾ വിതരണം നടത്തിയത്. ഈ തവണയും നമ്മൾ 1000 കുടുംബങ്ങൾക്ക് മുല്ലത്തൈ നമ്മൾ വിതരണം നടത്തിയാണ്. ഈ മുല്ലക്കരയിലെ ഈ മുല്ലവസന്തം തീർക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന് പറഞ്ഞ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് കോൺഗ്രസ്.